വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് മുമ്പായിട്ട് നമുക്ക് SCERT ക്ലാസ്സുകൾ പഠിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു SCERT സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഓരോ സബ്ജക്റ്റിൽ നിന്നും ഒരു ടോപ്പിക് എടുത്തിട്ട് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പാഠഭാഗങ്ങളും 5ാം ക്ലാസ് മുതലുള്ള എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി, കറക്റ്റ് അതിൽ കാണാനായിട്ട് പറ്റുന്നുണ്ടോ. അല്ലാതെ തന്നെ നമ്മൾ എല്ലാ SCERT ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. 5ാം ക്ലാസ് മുതൽ നമ്മൾ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണുന്നുള്ളവർ ആ ക്ലാസ്സുകൾ പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് 5, 6, 7, 8, 9, 10 നമ്മൾ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ SCERT സീരീസും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ കാണാൻ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എക്കണോമിക്സ് ആണ്. ധനതത്വശാസ്ത്രത്തിൽ വരുന്ന കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ. ഈ ഒരു ഭാഗം നമ്മുടെ SCERTയിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും കൊണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ നെല്ല്, ഗോതമ്പ്, തണ്ണിമത്തൻ എന്ന് പറയുന്ന വിളകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് പഠിക്കേണ്ട കാര്യം ഇവിടെ ഖാരിഫ്, റാബി, സെയ്ദ് വിളകളാണ്. അപ്പോൾ ഇത് നമ്മൾ ബേസ് ആയിട്ടുള്ള 7ാം ക്ലാസ്സിൽ SCERT ടെക്സ്റ്റാണ്, പുതിയ SCERT ടെക്സ്റ്റാണ്. നമുക്ക് ഇനി വരുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ നമുക്ക് ഇതിനേക്കാളും കുറച്ച് ഡീപ്പായിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് 1 by വേർഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണണം എന്നുള്ളവർ അത് പോയി കാണാം കേട്ടോ. അതിൽ നമ്മൾ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രമാണ് എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് എന്താണ്? നെല്ലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജലത്തിൻ്റെ ആവശ്യം നന്നായിട്ടുണ്ട് അല്ലേ. നെല്ലിനാണെന്നുണ്ടെങ്കിൽ ധാരാളം ജലം ആവശ്യമാണ്. വിത്ത് വിതയ്ക്കുന്ന മാസങ്ങൾ ഏതാണ്? ജൂൺ അല്ലേ. ജൂണിലാണ് വിത്ത് വിതയ്ക്കുന്നത്. നെല്ല് എന്ന് പറയുന്നത് ജൂണിലാണ് വിത്ത് വിതയ്ക്കുന്നത്. വിളവെടുക്കുന്നത് എപ്പോഴാണ്? സെപ്റ്റംബറിലാണ്. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറയുകയാണ്, ബാക്കി നമ്മൾ പറയുന്നുണ്ട്. ഇനി ഗോതമ്പിനാണെന്നുണ്ടെങ്കിൽ അധികം ജലം വേണ്ട. അതിനാൽ തന്നെ വിത്ത് വിതയ്ക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ്, വിളവെടുക്കുന്നത് മാർച്ചിലാണ്. ഇനി തണ്ണിമത്തനാണെന്നുണ്ടെങ്കിൽ വിരളമായിട്ട് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യം ആവശ്യമാണ്. ഇത് തണ്ണിമത്തൻ വിത്ത് വിതയ്ക്കുന്ന മാസം ഏപ്രിലാണ്, വിളവെടുക്കുന്ന മാസം ജൂണാണ്. അപ്പം ഇവിടെ വ്യത്യസ്ത കാലങ്ങളിൽ വിളകൾ കൃഷി ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു അല്ലേ. ഇങ്ങനെ ഓരോ വിളയും വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട്. ഈ കാലങ്ങളെ കാർഷിക കാലങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റ് തന്നെ കണ്ടു, നെല്ല്, ഗോതമ്പ്, തണ്ണിമത്തൻ ഇവയൊക്കെ എന്താണ് വ്യത്യസ്ത കാലങ്ങളിലാണ് വിത്ത് വിതച്ചിട്ടുള്ളതും അതുപോലെ തന്നെ വിളവെടുക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഇത് അടിസ്ഥാനമാക്കിയിട്ട്, ഇതൊക്കെ കാലങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതൊക്കെ വിത്ത് വിതയ്ക്കുന്നതെന്നും വിളവെടുക്കുന്നതെന്നും നമുക്ക് മനസ്സിലായി. ഓക്കെ. അപ്പോൾ ഈ കാലങ്ങളെ കാർഷിക കാലങ്ങൾ എന്നാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ 3 കാർഷിക കാലങ്ങളാണുള്ളത്. ഖാരിഫ്, റാബി, സെയ്ദ് എന്ന് പറയുന്ന 3 കാർഷിക കാലങ്ങളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഖാരിഫ്, റാബി, സെയ്ദ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്റ, തുവര എന്നിവ കൃഷി ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഖാരിഫ് വിളകൾ ചോദിക്കുകയാണെങ്കിൽ എന്താണ്? അതായത് ഊഷ്മാവും ജലമൊക്കെ നന്നായിട്ട് ആവശ്യമുള്ള കൃഷികളുണ്ടല്ലോ, നന്നായിട്ട് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഏത് സമയത്ത്? ഖാരിഫ് കാലത്ത്. ഇപ്പോൾ നെല്ലിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മുടെ ഈ ടേബിളിൽ കണ്ടല്ലോ, നെല്ലെന്ന് പറയുന്നത് ധാരാളം ജലം ആവശ്യമാണ്. അതുപോലെ ജലം ആവശ്യമുള്ളതാണ് പരുത്തി, ചണം, അരിച്ചോളം, ബജ്റ, തോരൊക്കെ. അപ്പോൾ എന്നിവയൊക്കെ കൃഷി ചെയ്യുന്നതാണ് മഴക്കാലത്താണ് അല്ലേ. മഴയുടെ സമയത്തായിരിക്കണം, അതായത് ജൂൺ മാസത്തിലായിരിക്കണം അല്ലേ. ജൂൺ ടു സെപ്റ്റംബർ വരെയാണ് ഈ ഖാരിഫ് വിളയുടെ കാലം എന്ന് പറയുന്നത്. അപ്പോൾ ജൂണിലാണ് വിത്ത് വിതയ്ക്കുന്നത്. കാരണം എന്താണ്? നന്നായിട്ട് ജലം ആവശ്യമാണ് ഈ പറയുന്നതിനൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്റ, തുവര എന്നിവയാണ് നന്നായിട്ട് ഊഷ്മാവും ജലവും ആവശ്യമായിട്ടുള്ളതാണ് ഈ പറഞ്ഞ നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്റ, തുവര എന്നിവയൊക്കെ. അപ്പോൾ ഖാരിഫ് കാലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ജൂൺ ടു സെപ്റ്റംബർ ആണ് അല്ലേ. ജൂൺ ടു സെപ്റ്റംബർ ആണ്. ജൂണിലാണ് വിത്ത് വിതയ്ക്കുന്നത് അല്ലേ, സെപ്റ്റംബറിലാണ് വിളവെടുക്കുന്നത്.
ഇനി ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന റാബി കാലം. അപ്പോൾ റാബി കാലം ആരംഭിക്കുന്നത് എപ്പോഴാണ്? ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. നമുക്ക് നോക്കി ടേബിൾ നോക്കിയാലേ കാണാനായിട്ട് പറ്റും. അപ്പോൾ നോക്കി ഗോതമ്പ് നമ്മളിവിടെ റാബീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഗോതമ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റാബി വിളയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് ജലം ആവശ്യമാണ്, മിതമായ അളവിൽ ജലം ആവശ്യമാണ്. അതിനാൽ തന്നെ വിത്ത് വിതയ്ക്കുന്നപ്പോഴാണ്? ഒക്ടോബറിലാണ്. വിളവെടുക്കുന്നത് മാർച്ചിലാണ് അല്ലേ. അപ്പം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന റാബി കാലം ഊഷ്മാവും ജലവും മിതമായി വെള്ളം ആവശ്യമുള്ള ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ്. ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് എന്നിവ കൃഷി ചെയ്യുന്നത് ഏത് സമയത്താണ്? റാബി വിളയാണ്. ഏത് വിളയാണെന്ന് ചോദിക്കാല്ലേ? റാബി വിളയാണ്. ഏത് സമയത്താണ്? ഏതാണ്? ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇവിടെ വിത്ത് വിതയ്ക്കുന്നതെന്നും മനസ്സിലാക്കുക. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. ഇനി റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ്, അതായത് സെയ്ദ്. ഓക്കെ, അപ്പോൾ സെയ്ദ് എന്ന് പറയുന്നത് ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ്. തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളകൾ തുടങ്ങിയവ ഈ സമയത്ത് ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. ജലം എവിടെയാണുള്ളത് അവിടെയാണ് പോയിട്ട് എന്തൊക്കെ കൃഷി ചെയ്യുന്നത്? തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളകളൊക്കെ കൃഷി ചെയ്യുന്ന ഇന്ത്യയിലെ 3 കാർഷിക കാലങ്ങളുണ്ടെങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങൾ പ്രകടമാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? 3 വിളകളുണ്ടെന്ന് പറഞ്ഞു. ഖാരിഫ്, റാബി, സെയ്ദ് അല്ലേ. ഖാരിഫ്, റാബി, സെയ്ദ്. ഖാരിഫ് എന്ന് പറഞ്ഞപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്. ഖാരിഫ് എന്ന് പറയുന്നത് എപ്പോഴാണ് തുടങ്ങുന്നത്? എപ്പോഴാണ്? ജൂൺ മാസം. നന്നായി വെള്ളം ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ ജൂണിലാണ് തുടങ്ങുന്നത് അല്ലേ. ജൂൺ മുതലാണ്. ഓക്കെ, ജൂൺ മുതൽ എപ്പോഴാണ് വിത്ത് വിതയ്ക്കുന്നത്? സെപ്റ്റംബറിലാണ്. അപ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണെന്ന് നമുക്ക് പറയാം. ഇനി റാബി. അപ്പോൾ ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? പരുത്തി, നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്റ, തുവര. ഇനി റാബി വിള എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താ പറഞ്ഞത്? മിതമായിട്ടുള്ള ജലം ആവശ്യമായിട്ടുള്ളത്. അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ ആയിരിക്കണം ഇത് വിത്ത് വിതയ്ക്കുന്നത് അല്ലേ. എപ്പോഴാണ് എടുക്കുന്നത്? മാർച്ചിലാണ് വിത്ത് വിളവെടുക്കുന്നത്, മാർച്ചിലാണ്. ഇനി സെയ്ദ് വിള എന്ന് പറയുമ്പോൾ പഴങ്ങളും പച്ചക്കറികളും അതുപോലെ തന്നെ തണ്ണിമത്തനൊക്കെ വരുന്നത് ഇതിലാണ്? സെയ്ദ് വിളയിലാണ് അല്ലേ. സെയ്ദ് വിളയിലാണ്. ഏപ്രിൽ മാസത്താണ് ഇത് വിത്ത് വിതയ്ക്കുന്നത്, ജൂണിലാണ് വിളവെടുക്കുന്നത്. ക്ലിയർ ആയില്ല? ഇനി നമുക്ക് ഭക്ഷ്യവിളകൾ എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട വിളകളാണ് നമ്മൾ നോക്കുന്നത്. ഭക്ഷ്യവിളകൾ എന്ന് വെച്ചാൽ എന്താണ്? ഭക്ഷ്യവിളകൾ എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്നത് അല്ലേ. നമുക്ക് പ്രധാനമായിട്ടും കഴിക്കുന്ന എന്താണ്? ഭക്ഷ്യവിളകൾ നമ്മൾ പറയാം. അതായത് ഭക്ഷ്യവിളകൾ നമുക്ക് ധാന്യങ്ങളെന്നും പയറുവർഗ്ഗങ്ങളെന്നും 2ആയിട്ട് തരംതിരിക്കാം. ഭക്ഷ്യവിളകളെ 2ആയിട്ട് തരംതിരിക്കാം. എന്തൊക്കെയാണ്? ധാന്യങ്ങളെന്നും പയറുവർഗ്ഗങ്ങളെന്നും. മൃദുധാന്യങ്ങളാണ് നെല്ല്, ഗോതമ്പൊക്കെ. എന്താണ്? മൃദുധാന്യങ്ങളാണ്. പരുക്കൻ ധാന്യങ്ങളാണ് ബജ്റ, ചോളം, റാഗി തുടങ്ങിയവയൊക്കെ എന്താണ്? പരുക്കൻ ധാന്യങ്ങളാണ്. ബജ്റ, ചോളം, റാഗി തുടങ്ങിയവയൊക്കെ എന്താണ്? പരുക്കൻ ധാന്യങ്ങളാണ്. അപ്പോൾ നെല്ല്, ഗോതമ്പ് എന്നിവ മൃദുധാന്യങ്ങളും അതുപോലെ പരുക്കൻ ധാന്യങ്ങളാണ് ബജ്റ, ചോളം, റാഗി എന്നിവയൊക്കെ എന്താണ്? ഭക്ഷ്യവിളയാണ് എന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു ധാന്യങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ പയറ് വർഗ്ഗങ്ങൾ പറഞ്ഞു അല്ലേ. പയറ്, തുവര എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട ഇവിടുത്തെ പയറ് വർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. ഭക്ഷ്യവിളകളിൽ എന്തൊക്കെയുണ്ട്? ധാന്യങ്ങളുണ്ട്, പയറ് വർഗ്ഗങ്ങളുണ്ട്. ധാന്യങ്ങൾ എന്ന് വെച്ചാൽ നെല്ലും ഗോതമ്പും ബജ്റ, ചോളം, റാഗി എന്നിവയൊക്കെയാണ്. പയറുവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ പയർ, തുവര എന്നിവയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന പയറുവർഗ്ഗങ്ങൾ. ഇനി നാണ്യവിളകൾ എന്ന് വെച്ചാൽ എന്താണ്? വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളെയാണ് നാണ്യവിളകൾ എന്ന് പറയുന്നത്. നാണ്യവിളകളിൽ കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ എന്നിവ ഉൾപ്പെടുന്നു. അതായത് നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിലാണ് കൃഷി ചെയ്യുന്നത്. ഇവയൊക്കെ എന്താണ്? വാണിജ്യാടിസ്ഥാനത്തിലാണ് കൃഷി ചെയ്യുന്നത്. കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ എന്നിവ. ഈ നാരുവിളകൾ എന്ന് വെച്ചാൽ എന്താണ്? പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ. ഏതൊക്കെയാണ്? പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാരുവിളകൾ. തുണിത്തരങ്ങൾ, ബാഗുകൾ, ചാക്കുകൾ തുടങ്ങിയ നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ നാരുകൾ നമുക്ക് നൽകുന്ന ആരാണ്? നാരുവിളകളാണ്. ബാഗ്, ചാക്കൊക്കെ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നാരുകൾ നൽകുന്ന ആരാണ്? നാരുവിളകളാണ്. അപ്പോൾ ഏതൊക്കെയാണ് നാരുവിളകൾ? പ്രധാനമായിട്ടും പരുത്തിയും ചണവുമാണ്. ഇനി എണ്ണക്കുരുക്കൾ ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത്.
ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ടാണ് ഈ എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത്. എവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് എണ്ണ? നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി എന്നിവ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവയ്ക്ക് പുറമെ തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ മുതലായ മറ്റു വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇവയിൽ പലതും തോട്ടവിളകളായാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ എണ്ണക്കുരുക്കൾ എന്താണെന്ന് പറഞ്ഞു? നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി എന്നിവയൊക്കെ എന്താണ്? എണ്ണ ലഭിക്കുന്നതാണ് അല്ലേ? അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട എണ്ണക്കുരുക്കൾ എന്ന് പറയുന്നത്. ഇനി ഇതിന് പുറമേ തന്നെ നമ്മുടെ നാട്ടിൽ എന്താണ്? തേയില, കാപ്പി, റബ്ബറും സുഗന്ധദ്രവ്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെന്നും കൂടി മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട വിളകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ കൃഷി ആരംഭിക്കുന്നത് എങ്ങനെയാണ്, എവിടെ നിന്നാണെന്ന് പറയുന്നുണ്ട്. കൃഷിയുടെ ഉത്ഭവം. അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ ഏതാണ് 7000 BCEയിലാണ് കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. മെസപ്പൊട്ടാമിയ, തുർക്കി, ഈജിപ്ത്, പടിഞ്ഞാറൻ ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ വിവിധ കാലങ്ങളിൽ മനുഷ്യർ കൃഷി ചെയ്യാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ എന്താ പറയുന്നത്? 7000 BC ഒക്കെ ആയപ്പോഴാണ് ഈ മനുഷ്യർ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങിയത്? കൃഷി ചെയ്യാനായിട്ട് തുടങ്ങിയത് അല്ലേ? മെസപ്പൊട്ടാമിയ, തുർക്കി, ഈജിപ്ത്, പടിഞ്ഞാറൻ ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെയാണ് ആദ്യമായിട്ട് മനുഷ്യർ കൃഷി ചെയ്യുന്നത്. ഏതാണ്ട് 3000 BCയിൽ സിന്ധു നദീതട നാഗരികതയോട് ചേർന്നാണ് ഇന്ത്യയിലെ കാർഷിക സംസ്കാരം വളർന്നു വന്നത്. സിന്ധു നദീതട സാഗരികതയോട് ചേർന്നാണ് ഇന്ത്യയിലെ കാർഷിക സംസ്കാരം വളർന്നു വന്നത്. ഈ നദീതീരത്തെ ഇരട്ട നഗരങ്ങളാണ് ഏതൊക്കെ? മോഹൻജോദാരോ എന്ന് പറയുന്നു, ഹാരപ്പ എന്ന് പറയുന്നു. എവിടത്തെയാണ്? സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട 2 നഗരങ്ങളിലെ ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്നതാണ് മോഹൻജാദോരയും അതുപോലെ തന്നെ ഹരപ്പയും. ഗോതമ്പ്, ബാർലി തുടങ്ങിയ ധാന്യങ്ങളാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെയാണ് ഗോതമ്പ്, ബാർലി തുടങ്ങിയ ധാന്യങ്ങളാണ് ഇവിടെ കൃഷി ചെയ്തിരുന്നത്. ദക്ഷിണേന്ത്യയിൽ പിന്നെയും വളരെ കാലം കഴിഞ്ഞാണ് കൃഷി ആരംഭിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ എത്തുമ്പോഴും പിന്നെയും കുറേ കാലങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? കൃഷിയുടെ ഉത്ഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം യൂറോപ്പ്, പടിഞ്ഞാറൻ ഏഷ്യ, ഈജിപ്ത് എന്നിവ സ്ഥലങ്ങളിലേക്കാണ് കൃഷി തുടങ്ങുന്നത്. സിന്ധു നദീതട സംസ്കാരത്തിനോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിലും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഗോതമ്പ്, ബാർലി എന്നിവയൊക്കെയാണ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്, സിന്ധു നദീതട സംസ്കാരം ഉണ്ടല്ലോ, അവിടുത്തെ ഈ നദീതീരത്തുള്ള ഇരട്ട നഗരങ്ങൾ ഏതൊക്കെയാണ്? മോഹൻജോദാരയും ഹാരപ്പയുമാണ്. ഇനി നമുക്ക് കൃഷിയെ നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ വിളകളെ നമ്മൾ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തു. കാലങ്ങൾ, കാർഷിക കാലങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ നമുക്ക് കൃഷിയെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതിലൊന്നാണ് ഉപജീവന കൃഷി എന്ന് പറയുന്നത്. എന്തായിരിക്കും? ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? ഉപജീവന കൃഷി എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഉപജീവനത്തിനായിട്ട് കൃഷി ചെയ്യുന്നവയായിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉപജീവന കൃഷി എന്ന് പറയുന്നത്. കർഷകർ തങ്ങളുടെ കുടുംബത്തിൻ്റെ ഉപജീവനത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന രീതിയാണ് ഉപജീവന കൃഷി എന്ന് പറയുന്നത്. കർഷകർ തങ്ങളുടെ കുടുംബത്തിൻ്റെ ഉപജീവനത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? ഉപജീവന കൃഷി എന്ന് പറയുന്നത്. ലാഭം നേടുക എന്നത് ഈ കൃഷി രീതിയുടെ പ്രാഥമിക ലക്ഷ്യമല്ല. ലാഭം നേടുക എന്ന് പറയുന്നത് ഈ കൃഷി രീതിയുടെ പ്രാഥമിക ലക്ഷ്യമൊന്നുമല്ല അല്ലേ? അതായത് നമ്മൾ എന്താണ് പറയുന്നത്? നമുക്ക് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ കൃഷി ചെയ്യുന്നത് അല്ലേ? നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി മാത്രമാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ലാഭം നോക്കുന്നുണ്ടോ? ഇല്ല. ഉപജീവന കൃഷിയിൽ ലാഭം നോക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ചില അവസരങ്ങളിൽ മിച്ചം വരുന്ന കാർഷികോൽപ്പന്നങ്ങൾ മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിൽക്കുകയും ചെയ്യുന്നു. പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളാണ് ഈ കൃഷി രീതിയിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ലാഭം നേടുക എന്നത് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല. നമ്മൾ ഉപജീവനത്തിന് വേണ്ടി മാത്രമാണ് അവിടെ കൃഷി ചെയ്യുന്നത്. പക്ഷേ ബാക്കി വരാണ്, സാധനങ്ങളൊക്കെ ബാക്കി വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവ വിൽക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കൃഷിയിൽ ഉപജീവന കൃഷി എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമ്മുടെ കയ്യിലുള്ള ഉപകരണങ്ങളുണ്ടല്ലോ, പരമ്പരാഗത കാർഷിക ഉപകരണങ്ങൾ, അതൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ഉപജീവന കൃഷി പറഞ്ഞു. ഉപജീവന കൃഷി എന്ന് വെച്ചാൽ ഉപജീവനത്തിന് വേണ്ടി മാത്രമല്ലേ, ഉപജീവനത്തിന് വേണ്ടി മാത്രം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണെന്ന് പറയുന്നത് ഉപജീവന കൃഷി എന്ന് പറയുന്നത്. ഇവിടെ ലാഭമൊന്നും നോക്കുന്നില്ല അല്ലേ? ലാഭം നേടുക എന്ന് പറയുന്നതൊന്നും ഇവിടുത്തെ പ്രാഥമിക ലക്ഷ്യമൊന്നും അല്ല. എന്നാലും ബാക്കി സാധനങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ മിച്ചം വരുന്ന സാധനങ്ങളൊക്കെ വിറ്റഴിക്കുക ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് കൂടുതലായിട്ട് പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് കൃഷിയാണ് സമ്മിശ്ര കൃഷി. എന്താണ് സമ്മിശ്ര കൃഷി എന്ന് വെച്ചാൽ? എന്തായിരിക്കും? സമ്മിശ്ര എന്നാണ് അല്ലേ? മിശ്രയാണ്. മിശ്ര എന്ന് വെച്ചാൽ എന്താണ്? ഒരുമിച്ചിട്ടുള്ള കൃഷിയായിരിക്കും. എന്തായിരിക്കും അപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക? ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നതിനെയാണ് സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥലത്ത് കുറേ കൃഷി ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് നോക്കാം, ഇതിനൊപ്പം കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, മീൻ വളർത്തൽ തുടങ്ങിയവയും സംയോജിപ്പിച്ച് ചെയ്യാവുന്നതാണ്.
ഇങ്ങനെ കൃഷി ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെ? അതായത് ഇവിടെ നോക്കി നോക്കിയേ, ഇവിടെ പിക്ചറിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും. നോക്കി നോക്കിയേ, ഇവിടെ എന്താണ്, ആടിനെ കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ എന്താണ്, ഒരു പുഴ അല്ലേ, ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്, നമുക്ക് മനസ്സിലായി. ഇവിടെ കന്നുകാലികൾക്കുള്ള തീറ്റ കൃഷിയിൽ നിന്നാണ് ലഭിക്കുന്നത് അല്ലേ? കൃഷി ചെയ്തപ്പോഴാണ് കന്നുകാലികൾക്കുള്ള തീറ്റ ലഭിച്ചത്. അപ്പോൾ അവിടെ കൃഷി മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കന്നുകാലികളുള്ള കാരണം ആ കൃഷിയിൽ നിന്നുള്ള ഇതെന്ന് പറയുന്നത് ആർക്ക് കിട്ടിയിട്ടുണ്ട്? കൃഷിയിൽ നിന്ന് ആർക്ക് കിട്ടിയിട്ടുണ്ട്? കന്നുകാലികൾക്ക് തീറ്റയായിട്ട് ലഭിച്ചിട്ടുണ്ട് അല്ലേ? കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളം എവിടെ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്? കന്നുകാലികളിൽ നിന്നാണ് അല്ലേ? കൃഷിക്ക് ആവശ്യമായ വളം കന്നുകാലികളിൽ നിന്ന് തിരിച്ചും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചിലവ് എന്ന് പറയുന്നത് താരതമ്യേന കുറവല്ലേ അല്ലേ? നോക്കി നോക്കി, ഇവിടെ നമുക്ക് വളം കടയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല. കന്നുകാലികളെ വളർത്തിയെക്കൊണ്ട് ആ വളം എടുക്കുക. അതുപോലെ തന്നെ കന്നുകാലികൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, തീറ്റ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൃഷിയിൽ നിന്നുള്ളത് ആർക്ക് കൊടുക്കാം? കന്നുകാലികൾക്ക് കൊടുക്കുക. അപ്പോൾ അവിടെ എന്താണ്, സമ്മിശ്ര കൃഷിയാണ് നടന്നിരിക്കുന്നത് അല്ലേ? രണ്ടുപേർക്കും, അതായത് ഒന്ന് മറ്റൊന്നിന് ഉപകാരപ്രദമാകുന്നുണ്ട് അല്ലേ? അപ്പോൾ അതാണ് സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത്. ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നതിനെയാണ് സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത്. ഇപ്പോൾ കന്നുകാലി വളർത്തലും കോഴി വളർത്തലും മീൻ വളർത്തലും ഒക്കെ ഇതുപോലെ ഒരുമിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് കൃഷി രീതിയാണ് തോട്ടവിള കൃഷി. എന്താണ് തോട്ടവിള കൃഷി എന്ന് വെച്ചാൽ, പ്രധാനപ്പെട്ട തോട്ടവിളകൾ ഏതൊക്കെയാണ്? തേയില, കാപ്പി, ഗ്രാമ്പു, ഏലം എന്നിവയൊക്കെ എന്താണ്, കറുവാപ്പട്ട, കുരുമുളകൊക്കെ എന്താണ്, തോട്ടവിളകളാണ്. പരമ്പരാഗത രീതിയിൽ നെല്ലും മറ്റ് ഭക്ഷ്യവിളകളും മാത്രം കൃഷി ചെയ്തിരുന്ന കർഷകർ ബ്രിട്ടീഷുകാരുടെ വരവോടെ വിശാലമായ പ്രദേശത്ത് വൻതോതിൽ തോട്ടവിളകളായ തേയില, ഗ്രാമ്പു, കാപ്പി, ഏലം, കുരുമുളക് തുടങ്ങിയവ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ പോർച്ചുഗീസുകാർക്ക് എന്തായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്? പോർച്ചുഗീസുകാർക്ക് നല്ല യൂറോപ്യന്മാർക്ക് എന്തായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം? സുഗന്ധ വ്യഞ്ജനങ്ങളായിരുന്നു കേരളത്തിലെ ആവശ്യം അല്ലേ? അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ വിറ്റഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലാഭം ലഭിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് എന്താ പറയുന്നത്, നെല്ലും മറ്റ് ഭക്ഷ്യവിളകൾ മാത്രമല്ല അല്ലേ കൃഷി ചെയ്യുന്നത്. ഭക്ഷ്യവിളകൾക്ക് പകരം ഈ തേയില, കാപ്പി പോലെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ കൃഷി ചെയ്യാനായിട്ട് പറയുകയാണ്. വാസ്കോ ഡ ഗാമ എത്തിയപ്പോൾ ഉള്ള കഥകളൊക്കെ അറിയാമല്ലേ? വാസ്കോ ഡ ഗാമ വന്നതിനേക്കാളും എത്രയോ മടങ്ങാണ് ഇവിടുന്ന് കൊണ്ടുപോയില്ലേ? 60 ഇരട്ടിയോളാണല്ലേ മടങ്ങ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അതിനെത്രയ്ക്കും ലാഭം ആൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടേക്ക് വന്നതിൻ്റെ ചിലവായിട്ടുള്ള തുകയേക്കാളും എത്രയോ ഇരട്ടി ലാഭം ലഭിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോയിട്ട് വിറ്റഴിക്കുക വഴി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനാലാണ് എല്ലാവരും പിന്നെ എന്താണ് ഇന്ത്യയിലേക്ക് വരാനായിട്ട് കാരണവും അതുപോലെ തന്നെ ഇങ്ങനെ സുഗന്ധവ്യഞ്ജനങ്ങൾ കൃഷി ചെയ്യാനായിട്ടൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? യൂറോപ്യന്മാരുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? ബ്രിട്ടീഷുകാരുടെ വരവോടെ വിശാലമായ പ്രദേശത്ത് വൻതോതിൽ തോട്ടവിളകളായ തേയില, കാപ്പി, ഗ്രാമ്പു, ഏലം, കുരുമുളക് കൃഷി ചെയ്യാനായിട്ട് ആരംഭിച്ചു. വ്യവസായ വിപ്ലവത്തിൻ്റെ ഈറ്റിലമായിരുന്ന ബ്രിട്ടൻ, വ്യവസായ വിപ്ലവത്തിന് ഈറ്റിലെന്നറിയപ്പെടുന്നപ്പോൾ ഏതാണ്? ബ്രിട്ടനാണ്. ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന അളവിൽ കാർഷിക അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായിരുന്നു. അതിനായി 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടുകൂടി കോളനി രാജ്യങ്ങളിൽ അവർ തോട്ടവിളകൾ പ്രോത്സാഹിപ്പിച്ചു. ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപ്പാദന ചെലവും ഈ കൃഷി രീതിയുടെ പ്രത്യേകതയാണ്. ദീർഘകാല വരുമാനം ലഭിക്കും, അതുപോലെ തന്നെ കുറഞ്ഞ ഉൽപ്പാദന ചെലവ് മതി എന്നും പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വാണിജ്യവിള കൃഷി. എന്താണ് വാണിജ്യവിള കൃഷി എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു വാണിജ്യ വിളകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങളെ വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിക്കുന്നതിനെയാണ് വാണിജ്യവിള കൃഷി എന്ന് പറയുന്നത്. വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന കാർഷിക അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതിൽ വാണിജ്യവിള കൃഷിയുടെ പങ്ക് വളരെ വലുതാണ്. ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന ഒരു കൃഷി കൂടിയാണിത്. റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം തുടങ്ങിയവ വാണിജ്യ വിളകളാണ്. ഏതൊക്കെയാണ് വാണിജ്യ വിളകൾ? പ്രധാനപ്പെട്ട റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം തുടങ്ങിയവയ്ക്ക് എന്താണ് പ്രധാനപ്പെട്ട വാണിജ്യ വിളകളാണ്. അപ്പോൾ വാണിജ്യ വിള കൃഷി എന്ന് വെച്ചാൽ എന്താണ്? വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന കാർഷിക അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതിൽ ഈ വാണിജ്യ വിള കൃഷിയുടെ പങ്ക് വളരെ വലുതാണ്. അതായത് വാണിജ്യാടിസ്ഥാനത്തിൽ ഈ വിളകളൊക്കെ നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് വാണിജ്യവിള കൃഷി എന്ന് പറയുന്നത്. ഉയർന്ന മൂലധന നിക്ഷേപമാണ്. അതുപോലെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യയുടെ വരവോടുകൂടി എന്ത് സംഭവിച്ചു? കൃഷിയൊക്കെ കുറച്ചും കൂടി മെച്ചപ്പെടാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് വാണിജ്യവിള കൃഷി തുടങ്ങുന്നത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാണിജ്യവിള കൃഷികൾ? വാണിജ്യ വിളകൾ ഏതൊക്കെയാണ്? റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം എന്നിവയൊക്കെയാണ്.
അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഉപജീവന കൃഷിയും സമ്മിശ്ര കൃഷി എന്ന് വെച്ചാൽ എന്താണ്? ഉപജീവന കൃഷി എന്ന് വെച്ചാൽ എന്താണ്? സ്വന്തം ഉപയോഗത്തിന് ആവശ്യമായ ഉൽപ്പാദനം മാത്രമാണ് അവിടെ ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ ചെറിയ ഇടങ്ങളിലും കൃഷി ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മിച്ചം വരുന്നതൊക്കെ എന്താണ്? അവർ വിൽക്കുന്നുണ്ട്. ലാഭം അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമല്ല എന്നും പറയുന്നുണ്ട്. സമ്മിശ്ര കൃഷി എന്ന് വെച്ചാൽ എന്താണ്? ഒരേ വളം തന്നെ ഒന്നിലധികം കൃഷികൾക്ക് പ്രയോജനപ്പെടുത്താണ്. അപ്പോൾ ഉൽപ്പാദന ചെലവ് കുറവാണ് അല്ലേ. ഇനി തോട്ടവിള കൃഷിയാണെങ്കിലോ താരതമ്യേന കുറഞ്ഞ ഉൽപ്പാദന ചെലവാണ്, വൻതോതിലുള്ള ഉൽപ്പാദനവും സാധ്യമാക്കുന്നുണ്ട്. വാണിജ്യവിള കൃഷിയാണെങ്കിലോ മൂലധന നിക്ഷേപം കൂടുതലാണ്, അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ വന്നതിന് ശേഷമാണ് ആധുനിക കൃഷി ഉപകരണങ്ങളൊക്കെ വന്നല്ലോ, അതിനുശേഷമാണ് ഈ വാണിജ്യവിള കൃഷി കൂടുതലായിട്ട് മെച്ചപ്പെടാനായിട്ട് തുടങ്ങിയതെന്നും മനസ്സിലാക്കി വയ്ക്കുക. ഇനി എന്താണ്? ചിത്രത്തിൽ കാണുന്ന കാർഷിക വിളകളിൽ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന വിളകൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ് ചിത്രത്തിൽ കാണുന്നതിൽ? നെല്ല് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ചോളം ഉപയോഗിക്കുന്നുണ്ട്, ഗോതമ്പില്ലേ ഗോതമ്പ്, തേയില എന്നിവയൊക്കെ എന്താണ്? പ്രധാനപ്പെട്ട ഭക്ഷ്യവിളകളാണ്. ഇനി മറ്റു വിളകൾ ഏതൊക്കെയാണ് ഇതിൽ കാണുന്നത്? റബ്ബറുണ്ട് അല്ലേ, റബ്ബറുണ്ട്, പരുത്തിയുണ്ട്. കാർഷിക വിളകളെ ഭക്ഷ്യവിളകൾ, നാണ്യവിളകൾ എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഭക്ഷ്യവസ്തുക്കളായി ഉപയോഗിക്കാൻ കഴിയുന്ന വിളകളെയാണ് ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത്. വാണിജ്യ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിളകൾ നമ്മൾ എന്തെന്ന് പറയുന്നു? നാണ്യവിളകൾ എന്നും പറയുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഭക്ഷ്യവിളകൾ ഏതൊക്കെയാണെന്ന് അറിയോ? എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഭക്ഷ്യവിളകൾ? നെല്ല്, ഗോതമ്പ്. എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്നതിനായിട്ട് പ്രധാനപ്പെട്ട ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത്? ഇതൊക്കെയാണ് നെല്ല്, ഗോതമ്പ്, ചോളം വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ബാർലി ഇല്ലേ, ബാർലി ഉണ്ട്. പിന്നെ കപ്പ അല്ലേ, കപ്പ ഒരു ഭക്ഷ്യവർഗ്ഗമാണ്. അതുപോലെ തന്നെ പയറ് വർഗ്ഗങ്ങളൊക്കെ എന്താണ്? ഭക്ഷ്യവിളകളാണ് എന്ന് അറിഞ്ഞിരിക്കാം. ഈ നാണ്യവിളകൾ എന്ന് പറയുമ്പോൾ ഏതാണ്? പരുത്തിയുണ്ട്, റബ്ബറുണ്ട്, പിന്നെ എന്താണ്? ചണം, കാപ്പി, ഏലം, കുരുമുളക് എന്നിവയൊക്കെ എന്താണ്? പ്രധാനപ്പെട്ട നാണ്യവിളകളാണ്. ഓക്കെ. ഭക്ഷ്യവിളകൾ നെല്ല്, ഗോതമ്പ്, ചോളം, ബാർലി, കപ്പ, പയറ് വർഗ്ഗങ്ങൾ. നാണ്യവിളകൾ പരുത്തി, റബ്ബർ, ചണം, കാപ്പി, ഏലം, കുരുമുളക് എന്നിവയാണ്. നോക്കി വിളയും സംസ്ഥാനങ്ങളും തന്നിട്ടുണ്ട്. ഗോതമ്പ് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന എന്നിവയാണ്. പരുത്തിയാണെങ്കിൽ മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, രാജസ്ഥാൻ. നെല്ല് പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ. അപ്പോൾ ഇതൊക്കെയാണ് ഗോതമ്പ് ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. പരുത്തി മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, രാജസ്ഥാൻ. നെല്ല് പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ. വൈവിധ്യമാർന്ന കാർഷിക വിളകൾ ഇന്ത്യയുടെ സവിശേഷതയാണ്. വ്യത്യസ്തമായ ഇത്തരം കാർഷിക വിളകൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നതിന് അനുകൂലമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ ഗോതമ്പ്, പരുത്തി, നെല്ല് ഇവയെന്നൊക്കെ കൃഷി ചെയ്യുന്നതിനുള്ള അനുകൂലമായ കാലാവസ്ഥ വേണം അല്ലേ. എന്തൊക്കെയായിരിക്കും ഇവിടുത്തെ പ്രത്യേകത? ഫലഭൂയിഷ്ഠമായ മണ്ണാണ്, അനുകൂലമായ കാലാവസ്ഥയുണ്ട്, അതുപോലെ തന്നെ ജലസേചന സൗകര്യമുണ്ട് അല്ലേ, അതുപോലെ തന്നെ സമൃദ്ധമായി ലഭിക്കുന്ന മഴ, അതുപോലെ തന്നെ വിസ്തൃതി, അതുപോലെ തന്നെ ഭൂപ്രകൃതി വൈവിധ്യം എന്നിവയൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇതൊക്കെ കൃഷി ചെയ്യുന്നതിനുള്ള പ്രത്യേകതയാണ്. ഇനി കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും. കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളെയാണ് കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങൾ എന്ന് പറയുന്നു കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ എന്ന് പറയുന്നു. കാർഷിക ഉൽപ്പന്നമായ പരുത്തി തുണി വ്യവസായത്തിൻ്റെ അസംസ്കൃത വസ്തുവാണ്. അതായത് തുണി വ്യവസായം നോക്കുകയാണെങ്കിൽ തുണി വ്യവസായത്തിൻ്റെ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തു ഏതാണ്? പരുത്തി. അതിനാൽ തുണി വ്യവസായം കൃഷി അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ്. തുണി വ്യവസായം എന്ന് പറയുന്നത് കൃഷി അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ്. ഇതുപോലെ റബ്ബർ, കരിമ്പ് തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ വിവിധ വ്യവസായങ്ങളുടെ അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. റബ്ബറും കരിമ്പും ഒക്കെ എന്താണ്? വിവിധ വസ്തുക്കളുടെ അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞത്? കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങൾ എന്ന് പറയുന്നു കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ എന്ന് പറയുന്നു. അതായത് പരുത്തിയാണെന്നുണ്ടെങ്കിൽ തുണി വ്യവസായത്തിൻ്റെ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവാണ്. അതുപോലെ തന്നെ തുണി വ്യവസായം എന്ന് പറയുന്ന ഒരു കൃഷി അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെയാണ് റബ്ബറും കരിമ്പും ഒക്കെ. അപ്പോൾ പ്രധാനപ്പെട്ട കാർഷിക ഉൽപ്പന്നങ്ങൾ നമുക്ക് നോക്കാം. പരുത്തിയാണെങ്കിൽ പരുത്തിയുമായി ബന്ധപ്പെട്ട വ്യവസായം ഏതാണ്? തുണി വ്യവസായമാണ് അല്ലേ. ഇനി കരിമ്പാണെന്നുണ്ടെങ്കിലോ പഞ്ചസാര വ്യവസായമാണ്.
ചണമാണെന്നുണ്ടെങ്കിലോ ചണ വ്യവസായമാണ്. റബ്ബർ ആണെങ്കിലോ റബ്ബർ എന്താണ് ടയറൊക്കെ ഉണ്ടാക്കാനായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. റബ്ബർ ആണെങ്കിൽ ടയർ. അതുപോലെ തന്നെ തേയിലാണെങ്കിൽ തേയില വ്യവസായം എന്നിവയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ധാതുക്കളും അതുപോലെ തന്നെ ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.